ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് പറയൂ. ഹായ് ഹായ്. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? ഞാനൊരു കണ്ണൻ്റെ കഥ പറഞ്ഞുതരാമേ. ഓക്കെ, എന്നാ നമ്മുടെ കണ്ണൻ്റെ കഥയാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്കും അവൻ്റെ വ്യൂവേഴ്സിനും അമ്മയ്ക്കും. ശരി, കണ്ണൻ്റെ കഥ പറയൂ, കേൾക്കട്ടെ. മേപ്പത്തൂരിനടുകി നമുക്ക് ഭയങ്കര ഗുരുവായൂരപ്പം ഭക്തനായിരുന്നു. മേൽപ്പത്തൂർ ഭട്ടത്തിരിപാട്. ആദ്യമൊന്നും വലിയ ഭക്തൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഉച്ചയ്ക്ക് 1 മണിക്ക് കിണറ്റ് വരുന്ന ആളാണ്. ഇപ്പത്തെ ന്യൂസ് അപ്പൊ പണ്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേരെ പോലെ അല്ലേ, 12 മണിക്ക് 1 മണിക്ക് ഭട്ടത്തിരിപാടായിട്ട്. ഭട്ടത്തിരിപ്പാടല്ല അന്ന്. നീ പറഞ്ഞ പോലെ ഉയർന്ന ജാതിയിലല്ലേ. ഉയർന്ന ജാതിക്കാരൊക്കെ സാധാരണ പണ്ടത്തെ കാലത്തൊക്കെ നേരത്തെ കുളിച്ച് അമ്പലങ്ങളില് പൂജയ്ക്കൊക്കെ പോണ ആൾക്കാരാണ്. ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ എനിക്ക് ഇപ്പോഴത്തെ ഈ കാര്യാഘോഷത്തിന് പോയ തന്നെ ആഘോഷത്തിന് എൻജോയ് ചെയ്യുന്ന ആളാണ്. ആഘോഷത്തിന് ഒരാളാണ്. അപ്പൊ ഇങ്ങനെ എൻ്റെ കൂടെ ഒരു ഗുരു കുട്ടികൾക്ക് ക്ലാസ് എടുക്കായിരുന്നു, പഠിപ്പിക്കായിരുന്നു. അപ്പൊ കഷ്ടം കളിയാക്കി. അല്ല, ഗുരു ക്ലാസ് എടുക്കുന്നത് എവിടെ? അവരുടെ വീട്ടിലാ? മേൽപ്പത്തൂരിന്റെ വീട്ടിലാ തോന്നുന്നുണ്ടാവും, എനിക്കറിയില്ല. ഒരു കഥ പറയുമ്പോ അത് ഫുള്ളായിട്ട് പറയണ്ടേ? പറയട്ടെ. അപ്പൊ അത് ഫുള്ളായിട്ട് കേൾക്കണ്ടേ? കഥകള് ഫുള്ളായിട്ട് മൊത്തം പറയട്ടെ. ഒരു കഥ പറയുമ്പോ നിങ്ങൾ പറഞ്ഞത് ഒന്ന് കറക്റ്റ് പറഞ്ഞു തരണ്ടേ? ഇപ്പൊ എവിടെയാ ഗുരുജി ക്ലാസ് എടുക്കണെന്നുള്ളത്? മേപ്പത്തൂരിന്റെ വീട്ടിൽ തന്നെയാ. ആയിക്കോട്ടെ, ശരി, പറയും. മേൽപ്പത്തൂരിന്റെ വീട്ടില് ക്ലാസ് എടുക്കുന്നു. മേപ്പത്തൂര് എനിക്ക് വരണേ. അപ്പൊ ഗുരുജി ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് മേൽപ്പത്തൂര് ഉച്ചയ്ക്ക് 1 മണിക്ക് എനിക്ക് വരണേ. 1 മണിക്ക്. ശരി, വിശന്നുണ്ടോ? ഊണിക്കാൻ വരുന്നത് ചിലപ്പോ മേപ്പത്തൂരിന്റെ ബന്ധു തന്നെയാണ് ഏതാണ്ട്. അത് ഗുരുജിയാ? ഓക്കെ. അപ്പൊ കഷ്ടം എന്ന് പറഞ്ഞ് കളിയാക്കി. വളരെ അപൂർവമാണ് ഈ മനുഷ്യജന്മം കിട്ടാന്ന് പറഞ്ഞ. അത് സത്യം. അത് പുരുഷനായിട്ട് ജനിക്കാന്ന് പറഞ്ഞ അത് ഉത്തമ കുലത്ത്. അതൊക്കെ അന്നൊക്കെ പുരുഷന് ഇത്തിരി പ്രാധാന്യം കൂടുതലാണല്ലോ. ആൺകുട്ടിയാന്നങ്ങോട്ട് പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്താ കുട്ടി? ആൺകുട്ടി. എന്താ കുട്ടി? അത് പെൺകുട്ടിയാ. അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ പെൺകുട്ടികൾക്ക് വേണ്ടി ആൾക്കാർ കൊതിക്കുക. എവിടെ ആര് പ്രസവിച്ചാലും അവിടെ ഞങ്ങളുടെ വീടിന്റെ പിന്നില് അവിടെ ഉന്നത കൊലവും കണ്ടില്ലേ? പണ്ട് ജാതി ഭയങ്കരാണല്ലോ. ഉന്നത കൊലം അല്ലാത്ത കൊലൊക്കെ ഉണ്ട്. പുരുഷനായിട്ട് ജനിക്കുക വളരെ അപൂർവമാണ്. മനുഷ്യനായി ജനിക്കുക, അത് പുരുഷനായിട്ട് ജനിക്കുക, അത് ഉന്നത കുലത്തിൽ, അത് ഉത്തമ കുലത്തിന്. ഉത്തമ കുലത്തിന്. എന്നിട്ട് സമയം വെറുതെ കളിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിയോടെ എല്ലാരും കളിയാക്കി. അപ്പൊ മേപ്പത്തൂര് വിചാരിച്ചു, ഇനി എൻ്റെ സമയം ഞാൻ വെറുതെ കഴിയില്ല, ഇനി ഞാൻ ഗുരുവായൂരപ്പനേക്ക് തിരിയാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവായൂരപ്പനേക്ക് ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു വാക്കിന് നേരിയാണെങ്കിൽ സന്തോഷമായിരുന്നു. വേപ്പത്തൂര് വേറെ കുഴപ്പമൊന്നുമില്ല, ആൾക്ക് ഇത് ആസ്വദിക്കണു അത്ര തന്നെ. അത് വേറെ ഇന്നത്തെ കുട്ടികളോടൊക്കെ ഒരു വാക്കിൽ അവർ നേരിയാവണെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവരോട് തല തല്ലി പറഞ്ഞാലും എന്തൊക്കെ നല്ലത് പറഞ്ഞോട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും അവരുടേതായ ഒരു വഴി കൂടി അവർ പോകും. എല്ലാവരും അങ്ങനെയൊന്നും അല്ല, ഒരു ഇതൊക്കെ. എന്നിട്ട് അങ്ങനെ ഗുരുവായൂരപ്പൻ ഭക്തിക്ക് പോയി. അങ്ങനെയാണ്. പിന്നെ നാളെ പോവാൻ ആദ്യമൊക്കെ വിചാരിച്ച ഗുരുവായൂർക്ക്. പിന്നെ ഒരു ദിവസം അമ്പലത്തിൽ പോവാന്ന് വെച്ചപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വാതരോഗം പിടിപെട്ടു. അപ്പൊ നാളെ തന്നെ വേണ്ട, വാതരോഗം കൊണ്ട് അത് പറയാൻ തന്നെ വയ്യാട്ട. ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുമായിരുന്നു ആള്. അപ്പോൾ നാളെ പോവാന്ന് നീട്ടി വെച്ച കാര്യം ഇന്ന് തന്നെ പോവാന്നാണ്. വയ്യാണ്ട് വന്നപ്പോ വേഗം ഭഗവാന്റെ അടുത്തേക്ക് ഓടി. അപ്പൊ അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ള സമയം ഭഗവാനേക്ക് ജയിക്കുക. ഈ യോഗ അനിശ്ചിതാണ്. നമ്മളും പെർമനന്റ് അല്ലല്ലോ ഒന്നും. യോഗം പെർമനന്റ് അല്ല. കൊറോണ വന്നപ്പോ തന്നെ കോവിഡാവാം, പ്രളയമാവാം, യുദ്ധാവാം, എന്ത് വേണമെങ്കിൽ ആവാം. ലോകം നിശ്ചിതല്ല. മനുഷ്യജീവിതം എന്നല്ല, ഒന്നും തന്നെ ശാശ്വതമല്ല. സത്യം. അപ്പൊ അവനത് അത്ര ഭഗവാനോട് അടുക്കാനാണ് പറയണേ. ഇതിലൂടെ നമുക്ക് തരുന്ന സന്ദേശം ഭഗവാനിലേക്ക് അടുക്കാനാണ് പറയണത്. ഇപ്പോൾ ഭഗവാനിലേക്ക് അടുക്കാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ പല ജാതി മതം അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ ആനന്ദ് പറഞ്ഞതിൽ പറയുമ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു വാക്കിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ജനിച്ച ആ ഒരു രീതിയിലാണ് പോകുന്നത്. നമ്മുടെ മതമായിട്ട് വിശ്വസിക്കുന്ന ഒരു കൾച്ചറിൽ പോകുമ്പോൾ നമ്മൾ ആരെ വിശ്വസിച്ചാലും ഒരു അദൃശ്യ ശക്തി മുകളിലുണ്ട്.
അത് നമ്മൾ കൃഷ്ണനെന്നോ അള്ളാഹു എന്നോ ക്രിസ്തു എന്നോ ഒക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പലരും പല പേരിട്ട് വിളിക്കുന്നു. പക്ഷെ ഒരു അദൃശ്യശക്തി മുകളിലുണ്ട്, അത് ഉറപ്പാണ്. കാരണം നമ്മൾ പോകുന്ന വഴി നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എന്ത് തീരുമാനിക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുക. പക്ഷെ അവിടുത്തെ ഒന്നല്ല നടക്കുക, വേറെ കാര്യങ്ങളൊന്നും നടക്കുക. അപ്പം നമുക്ക് ഒരു ശക്തിയുണ്ട് നമ്മുടെ മുന്നിൽ. നമ്മളെല്ലാവരും ആ ശക്തിനെ മറക്കാതെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് ശക്തിയായാലും. ഞാനിപ്പോൾ പള്ളി കണ്ടാലും അവിടെ തൊഴാൻ നിൽക്കും. മുസ്ലിം പള്ളിയുടെ മുന്നിലെത്തിയാൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം അമ്പലത്തിൻ്റെ മുന്നിലെത്തിയാൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം നമ്മൾ എന്നാൽ ഞാൻ നല്ലൊരു ഇതെല്ലാവരും പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ഇന്നിപ്പോൾ അങ്ങനെ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറവാണ്. എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. പിന്നെ രാഷ്ട്രീയമൊക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ടാണ് പറഞ്ഞേട്ടോ, രാഷ്ട്രീയമൊന്നും എനിക്ക് വരുത്തണില്ല. അപ്പം നമ്മളെപ്പോഴും ഇപ്പം അതിൻ്റെ കഥ കൊണ്ട് പറയല്ല ഞാൻ, ഭഗവാന്മാരെ മുറുക്കെ പിടിച്ചാൽ അതിനുള്ള ഗുണം എന്തായാലും ഉണ്ടായിരിക്കും. മനസ്സറിഞ്ഞ് അവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ നടന്നു പോകും. നമുക്ക് കുറേ ശാന്തി സമാധാനം ഒക്കെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ചോദ്യം ഉണ്ടാവും, നോക്കാം നമുക്ക്. പറയൂ, എന്താ പറയാ മാറുന്നു. എല്ലാ വീഡിയോയിലും അവൻ്റെ ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം കേൾക്കാൻ വേണ്ടിയിട്ടുണ്ട്. നിന്റെ വിമലമ്മയ്ക്കൊക്കെ നിന്റെ ചോദ്യം ഭയങ്കര ഇഷ്ടമാണ്. ഈശ്വര ചിന്ത മാത്രം ശാശ്വതം എന്ന് പറയണ്ടേ ലോകത്ത്. ഈശ്വര എന്നിട്ട് നമ്മുടെ മുമ്പ് എന്താ ഈശ്വരം വരാത്ത? മനുജനു ശാശ്വതമീയുലേ നമ്മുടെ മുമ്പ് ഈശ്വരം വരുമോ? കർമ്മം ചെയ്യുക. പിന്നെ വേറെ ഒരു പാട്ടുണ്ട്, ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി കർമ്മഫലം തരും ഈശ്വരനല്ലോ. അമ്മൂമ്മ എപ്പോഴും പറഞ്ഞിട്ടില്ലേ ഈ രണ്ടുപേരും? അമ്മൂമ്മ എപ്പോഴും പറയും, അതായത് കർമ്മം ചെയ്യാൻ നമ്മൾ അതിന്റെ ഫലം. ഭഗവാൻ പറയണ്ടോ കർമ്മം ചെയ്യാ, ഫലത്തിനെ പറ്റി അല്ല ചിന്തിക്കണ്ടേ. ഗീതോപദേശം ഗീത പഠിക്കുന്നതിന് കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അറിയാട്ടാ. പിന്നെ ഇങ്ങനെ പറഞ്ഞ് ഭഗവാനിലേക്കാണ് തിരിഞ്ഞ്. പിന്നെ എല്ലാവരും എന്നത്തെയും പോലെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ അല്ലേ? എന്തെങ്കിലും പറയേണ്ടതുകൊണ്ട് എന്നെ കൈ തട്ടി വിളിക്കണ്ടേ? നിങ്ങൾ കണ്ട ഈ കൈ ഇങ്ങനെ തട്ടി എങ്ങനെ വിട്ട് വിളിക്കേ? വിളി. ഭഗവാൻ എല്ലാം കാണണ്ടാവും, നമ്മളെല്ലാവരും കാണണ്ടാവും. നമ്മൾ പറഞ്ഞതൊക്കെ കേൾക്കില്ലേ ഭഗവാൻ? തൂണിലും തുരുമ്പിലും നമ്മുടെ ഉല്യജ ദേവ് എന്ന് പറയണേ സത്യമാണ്. അല്ലെങ്കിൽ മനുഷ്യന്റെ ഹൃദയമാണ് ശ്രീകോവിൽ. അവിടെ അത് വിഗ്രഹത്തിലല്ല ഭഗവാൻ എന്ന് പറയണേ. മനസ്സ് ശുദ്ധമാക്കാൻ എപ്പോഴും കുശുമ്പ് കുനിട്ട അസൂയ അതൊന്നുമില്ലാതെ മനസ്സ് ശുദ്ധമാക്കി കഴിഞ്ഞാൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. അത് വീടിനകത്തായാലും പുറത്തായാലും. അങ്ങനെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു വ്യക്തിയെ നമ്മൾ ദ്രോഹിക്കാതിരുന്നാൽ ആ വ്യക്തിയുടെ മനസ്സിലാരുണ്ടാവും? ഭഗവാന്മാരുണ്ടാവും. ഇത്രയും മൂർത്തികളും ഉണ്ടാവും, അവരുടെ പത്നിമാരും ഉണ്ടാവും. അപ്പൊ അവിടെ ഭഗവത് സാന്നിധ്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും അതോടുകൂടി വരില്ലേ? അപ്പോൾ അതങ്ങനെ. ഇപ്പം നമുക്ക് എല്ലാവരും ഈശ്വര വിശ്വാസികളാക്കിയിട്ട് കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഈശ്വരനിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ ആയാ എന്താ സുഖ നല്ലൊരു മാത്രം പോരല്ലോ, കുറച്ച് ഭൂമിയെ ദുഷ്ടരും. അതയ്യ അങ്ങനെ ആയാ സുഖം പോവില്ലേ? അങ്ങനെ ആയാ രസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഞാൻ കുറച്ചൊക്കെ ഒരു ഇത് വേണ്ട, പ്രശ്നങ്ങൾ വേണല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല. എല്ലാത്തിനും നമ്മൾ ഫേസ് ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ സന്തോഷങ്ങളും ഇടകലർന്നതാണ് ജീവിതം. ഇപ്പൊ നിനക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാലോ, നമ്മൾ എത്ര വിഷമിച്ചിട്ടുണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മള് സന്തോഷിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നപ്പോൾ നമ്മുടെ കുറേ വ്യൂവേഴ്സ് ഉണ്ട്, കമന്റ് കാണും. നമ്മുടെ വീട്ടുകാരുണ്ട്, അത് സംശയമില്ലാത്ത കാര്യം. അന്തു ജനിച്ച് അന്തുവിൻ്റെ വയസ്സ് കുറേ വയസ്സ് ഒരു പ്രായം വരെ എൻ്റെ മുഖത്ത് ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും വാടിയൊരു മുഖമായിരുന്നു, സങ്കടങ്ങളും. ഒറ്റയ്ക്കുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ പിന്തുണയില്ലാന്ന് ഞാൻ പറയില്ല. അവരെല്ലാവരും കട്ടയ്ക്ക് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എന്നാലും ആരൊക്കെ കൂടി ഉണ്ടെങ്കിലും നമുക്കൊരു വിഷമമുണ്ടല്ലോ, കുട്ടി ഇങ്ങനെ ആയി പോയതിൻ്റെ ഒരു വിഷമം വെച്ചാൽ ഭാവിയിൽ എന്ത്, നാളെ തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ അവസ്ഥ എന്തെന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പച്ചവെള്ളം കുടിക്കില്ല. ഞാനതിനോട് ചിന്തിക്കുകയില്ല, എല്ലാം ഈശ്വരനെ വിട്ടു കൊടുത്തേക്കുക. ഭഗവാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഇവൻ്റെ ഒരു ജന്മം കൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ആ ഉദ്ദേശം ഭഗവാൻ നടപ്പാക്കും. ഭഗവാൻ അറിയാം അവനെങ്ങനെ ജീവിപ്പിക്കണം എന്നുള്ളത്. പിന്നെ ഭഗവാൻ തന്ന ഒരു സമ്മാനമായിട്ടാണ് ഞാൻ കാണുന്നത്.
എൻ്റെ മുഖത്ത് എപ്പോഴും കണ്ണൻ്റെ ഒരു ഐശ്വര്യമാണ് ഞാൻ കാണുന്നത്. ഭഗവാന്റെ ഒരു ഇഷ്ടമാണ് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഗുരുവായൂരപ്പൻ്റെ കണ്ണൻ എനിക്ക് തന്ന ഒരു സമ്മാനമാണ്. അത് എന്താ പറയുക, വില മതിക്കാനാവാത്ത സമ്മാനമാണ് എൻ്റെ മോൻ എനിക്ക്. അല്ലേ കണ്ണ ചക്രമുത്ത് പറഞ്ഞ് എവിടേക്കൊക്കെയോ കയറിപ്പോയി. അപ്പം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം, ബൈ.